പാഠം 1010 ഒരു പുതിയ തരം ഭ്രാന്ത്. മോഹനേട്ടാ, നേരം വെളുത്തപ്പം മുതലേ കുത്തിയിരുന്ന് എഴുത്തും വായനയാണല്ലോ. എന്താണ് സംഭവം? വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാ. എന്തത്യാവശ്യം? അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഇത് വില്ലേജ് ഓഫീസിലെ കാര്യമാണ്. വില്ലേജ് ഓഫീസിലെ കാര്യം ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. അമ്മേ, നീ എന്നെ ശല്യപ്പെടുത്താൻ പോകുന്നുണ്ടോ? എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. ആരോടാണ് ഈ വേഷം കെട്ടിലെടുക്കണേ? മോഹനേട്ടർ ഒരു അത്യാവശ്യമുള്ള കാര്യമല്ല മോഹനേട്ടർ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. ഇന്നലെ ബാഹുലേൻ ചേട്ടൻ വന്ന് ബഹളം ഉണ്ടാക്കിയതോടെ മോഹനേട്ടർ ഒരു കാര്യം മനസ്സിലായി. രാവിലെ എന്തായാലും മുറ്റമടിച്ചേ പറ്റുമെന്ന്. ഇന്നും 7:30 ആകുമ്പോഴേക്കും ബാഹുലേൻ ചേട്ടൻ എത്തും. അതിനു മുന്നേ മുറ്റമടിച്ചില്ലെങ്കിൽ അങ്ങേരെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുമല്ലോ. മുറ്റമടിക്കാൻ പറ്റില്ല എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ ഗതികെട്ട് മോഹനേട്ടർ ചെയ്യേണ്ടി വന്നു. ഇന്നും ഞാനങ്ങനെ വാശി പിടിച്ചാൽ ഇന്നും മോഹനേട്ടൻ മുറ്റമടിക്കേണ്ടി വരും. അതൊഴിവാക്കാനായി രാവിലെ കുറച്ച് കടലാസും പെറുക്കി വെച്ച് ആഫീസ് ജോലിയാണ്, തിരക്കാണ്, അത്യാവശ്യമാണ് എന്നുള്ളൊരു നമ്പർ ഇറക്കാൻ നോക്കുന്നല്ലേ മോഹനേട്ടൻ? എനിക്കിപ്പോ അങ്ങനെ മുറ്റടിക്കുന്നതിൽ വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ ആഫീസ് ജോലി ആയിരിക്കാൻ പറ്റുമോ? ഉത്തരവാദിത്തമുള്ളൊരു എന്തോരു നിഷ്കളങ്കനാണെന്ന് നോക്കി എന്റെ മോനേട്ടൻ. എന്റെ ഓഫീസർ ഇതിനപ്പുറം പറയുന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടെ? എന്തായാലും മുറ്റം ഞാൻ തൂത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ കടലാസിലേക്ക് തലയും കുമ്പിട്ടിരിക്കണ്ട. സമാധാനായി. അല്ല, പണി തീർന്നല്ലോ. ഇനിയിപ്പോ സമാധാനമായിട്ട് പത്രം വായിക്കാല്ലോ. രാവിലെ പത്രം വായിക്കുന്നുണ്ട് വല്ലാത്തൊരു. ഉണ്ടോ സാധാരണ നേരം വിളിക്കുമ്പോൾ പത്രത്തിലേക്കാണല്ലോ തലകുത്തി കിടക്കുന്നത്. നീ പോയി ചായ എടുത്തോണ്ട് വാ. ഇന്നത്തെ മുറ്റടി രക്ഷപ്പെട്ടു. നാളെ എന്തായാലും ഈ അടവ് ചിലവാവില്ല. മറ്റെന്തെങ്കിലും വേലകൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യങ്ങൾ കുറെ എഴുതി തള്ളി. വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിക്കാത്ത ഭർത്താക്കന്മാരെ വകവയ്ക്കരുതെന്ന് പ്രശസ്ത വനിതാ എഴുത്തുകാരി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കും ഇത്തരക്കാർ. ഇനിയിപ്പോ ഇത് കണ്ടുവേണം അവളെ ന്യായം പറഞ്ഞിട്ട് വരാൻ. കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. ഇതിനകത്ത് താലൂക്ക് ഓഫീസിലെ ചില കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആഫീസ് ചെല്ലുമ്പോ സ്വയം പ്രഭയ്ക്കും കാഞ്ചനയ്ക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി എടുത്തു മാറ്റിയതാ. അത് കൊള്ളാം. ആഫീസുള്ളവരെ കാണിക്കാൻ വീട്ടിലുള്ള പത്രമാണ് എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ എനിക്ക് വായിക്കണ്ടേ? താലൂക്ക് ഓഫീസിലെ കാര്യം നീ വായിക്കേണ്ട കാര്യം എന്താണ്? നീ ഇത് വായിക്കണ്ട. ഓ ശരി, മോഹനോട്ട് പോകുമ്പോ തന്നാ പോരെ. ഇങ്ങതാ ഞാൻ നോക്കട്ടെ. തരാം. ഇത് പിടിച്ചോ. അതുകൂടെ ഇത് താ. വന്നല്ലോ മോഹനേട്ടന്റെ സ്വന്തം ആള്. ഇന്നിനി എന്തു കുറ്റമാണോ അവ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമസ്കാരം. നമസ്കാരം. ഇന്ന് മുറ്റമൊക്കെ തൂത്തിട്ടുണ്ടല്ലോ, പക്ഷെ വേണ്ടത്ര വൃത്തിയായിട്ടില്ല. അല്ല, നാളെ ഇതിനേക്കാൾ വൃത്തിയാകും അല്ലേ? എന്തോ വക്കീലിന് ഒരു അനിഷ്ടം ഉണ്ടല്ലോ. അയ്യോ, എന്നോട് അനിഷ്ടം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞ അത് പറഞ്ഞതാ.
അല്ല ഞാൻ അടുക്കള കയറി നോക്കണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അടുക്കള അല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുക. അത് പറയേണ്ടത് വക്കീലാ. വക്കീലിന് പറയാൻ സൗകര്യമില്ല, കൊണ്ട് കേസ് കൊടുക്കും. അപ്പൊ ശരി, നാളെ ഞാൻ വരും. നാളെ ഞാൻ അടുക്കള കയറി നോക്കുകയും ചെയ്യും. ഞാൻ അറിയാതെ നിങ്ങൾ ഇറച്ചിയോ മീനോ വാങ്ങുന്നുണ്ടെന്ന് അറിയണമല്ലോ. പഠിപ്പിക്കണ്ട. പിന്നെ ഇന്നലെ കൊണ്ടുപോയ അപ്പോ ഇറച്ചിക്കറിയും കൃഷ്ണൻകുട്ടിയുടെ കടയിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യമെന്ന് കൃഷ്ണൻകുട്ടി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മത്സ്യമാംസാദികൾ കഴിക്കുന്ന പരിപാടി നിങ്ങൾ അങ്ങ് നിർത്തിയെന്ന്. എന്താ ഞാൻ പറഞ്ഞ വക്കീലിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട് കാണില്ല. അവളൊരു പ്രത്യേക ശീലക്കാരിയാ. ആ ശീലമൊന്നും എന്റെ അടുത്ത് വേണ്ട ഏട്ടാ. ഒരു കാര്യമില്ല, പടിയാണ്. എന്ത് തീരുമാനിച്ചു മോനട്ടാ? എന്ത്? നാളെ രാവിലെ ഇവിടെ വന്ന് അടുക്കളയിലോ വേറെ ഏതേലും മുറിയിലോ കയറി പരിശോധിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ബാഹുല്യം ചേട്ടൻ വിവരം അറിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ക്ഷമയോടെ ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. മോഹനേട്ടൻ ഈ പറയുന്നതിന്റെ കാര്യം എന്താതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. വേറെ ഏതെങ്കിലും വീടിന് കൊടുക്കുന്നതിനെക്കാട്ടിലും വാടക കുറവാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ബാഹുല്യം ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളത് രണ്ടാമത്തെ പേടി. എന്റെ മോഹനട്ട നിയമപ്രകാരം എഗ്രിമെന്റ് എഴുതി അഡ്വാൻസ് കൊടുത്ത് നമ്മൾ താമസിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് തക്കതായ ഒരു കാരണമില്ലാതെ നമ്മളെ ഇറക്കി വിടാൻ ബാഹുല്യം ചേട്ടൻ എന്നല്ല സാക്ഷാൽ ദൈവം വിചാരിച്ച പോലെ നടക്കൂല. ഇതെന്താണ് നിങ്ങൾ പേടിക്കുന്നത്? പേടിയാണെന്ന് ആര് പറഞ്ഞു? വെറുതെ ഒരു വഴക്കിന് പോകാതെ നോക്കാമല്ലോ. ഒയ്യോയ്യോയ്യോ, മോഹനേട്ടൻ തന്നെ ഇത് പറയണം. നാട്ടിലുള്ള സകല മനുഷ്യന്മാരോട് നിസാര കാര്യത്തിന് പോലും വഴക്കുണ്ടാക്കാൻ ചേരുന്ന ആളാണ് മോഹനേട്ടൻ. ഇതിപ്പം ബാഹുല്യം ചേട്ടൻ ഇമാതിരി ഉപദ്രവം ഇവിടെ വന്ന് കാണിച്ചിട്ടും മോഹനേട്ടൻ ഒരു പരാതിയില്ല. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ ഭാമേ? എന്ത് പരിഹാരം? ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന എനിക്കും മോഹനേട്ടനും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അതങ്ങനെ സമ്മതിക്കില്ല എന്ന് വെച്ചാലോ? മോനേട്ടാ, ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം നമ്മൾ പച്ചക്കറി മാത്രം കഴിക്കേണ്ടി വരും. മോനേട്ടനൊന്നും പ്രശ്നമായിരിക്കില്ല, പക്ഷെ എന്നെ കൊണ്ടത് പറ്റൂല. ഇതൊക്കെ നിസാര കാര്യമില്ലേ ഭാമേ? നിനക്ക് ഇറച്ചിയോ മീനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ബാഹുലച്ചനെ അറിയാതെ വാങ്ങി വിളിച്ച് കഴിക്കാമല്ലോ. തീർന്നല്ലോ പ്രശ്നം. ഇല്ല, അങ്ങനെ അയാളെ ഒളിച്ചു പോയി ഭക്ഷണം കഴിക്കേണ്ട കാര്യം എനിക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒളിച്ചു വാങ്ങിയ തന്നെ ആ നേരത്തെ അയാൾ കയറി വരല കാര്യം കണ്ടു. ആ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. ഉത്തമന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഉത്തമനെ ഞാൻ ചോദിച്ചോളാം. മാറങ്ങോട്ട്. പണിയുണ്ട്, സൂക്ഷിക്കണം. നമസ്കാരം വക്കീലെ. പിന്നെ സുശീലന്റെ കേസിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. വക്കീല് വിചാരിച്ചാലേ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പൊ അതല്ല ഇവിടുത്തെ പ്രശ്നം. മനുഷ്യന് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാ. അതിനൊരു വഴി ഉത്തമൻ കണ്ടുപിടിച്ച് തരാമെങ്കിൽ സുശീലിന്റെ കാര്യം ഞാനും ആലോചിക്കാം. അതിപ്പോ എന്താണ് വക്കീലെ പ്രശ്നം? പ്രശ്നം ആ ബാഹുല്യം ചേട്ടൻ തന്നെ. അങ്ങേരുടെ ഈ വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ അങ്ങേരുടെ തോന്നിയാസം മുഴുവൻ നടക്കുവോ? നമസ്കാരം സാർ. ഇന്നത്തെ കാര്യം ഉത്തമൻ എന്നെ ഓർമ്മയുണ്ടല്ലോ. കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് ഉത്തമ വാങ്ങിച്ചോണ്ട് വന്ന് ആ കോടി ഇറച്ചി അയാള് വാങ്ങി തിരിച്ചു കൊണ്ടേ കൊടുത്തേക്കും. ഈ വീട്ടിൽ ഇറച്ചി മീനും വാങ്ങാൻ പാടില്ല എന്ന് അയാള് വീട് വാടകയ്ക്ക് തരുമെന്ന് നമ്മൾ പറയണ്ടായിരുന്നു. അങ്ങനെയല്ലേ വേണ്ടത്? ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ വക്കീലെ. എന്താ? ഈ ബാഹുല്യ ചേട്ടൻ പണ്ടേ ഇങ്ങനെയാണ്. ആണോ? നിങ്ങൾ ഈ വീട് വാടകയ്ക്ക് എടുക്കുന്ന കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാന്? എന്റെ അടുത്തൊരു വാക്കുപോലും പറയാതെ ശിശുപാല ചേട്ടനും മോനയുടെ സാറും കൂടെ ചെയ്ത ഏർപ്പാടല്ലേ ഇത്? അതിപ്പോ ഉൽപ്പലാക്ഷ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു വീട് സംഘടിപ്പിക്കണായിരുന്നു. അത് ഞാൻ ഉത്തരവോട് പറഞ്ഞല്ലോ, ഉത്തരവ് പറ്റില്ല പറഞ്ഞിട്ടല്ലേ? ഉത്തമ, എന്തായാലും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ലോ ഒരാളിങ്ങനെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്. വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാടകക്കാരെ എന്ത് ചെയ്യുന്നു പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കുന്ന ഇവിടുത്തെ മര്യാദയാണ്.
നീ കിടന്ന് ബഹളുണ്ടാക്കേണ്ടത് ഒരു കാര്യമില്ല. ഓരോ മനുഷ്യരും ഓരോ തരക്കാരാണ്. അതിനനുസരിച്ച് വേണം നമ്മൾ പെരുമാറാനുള്ളത്. കേട്ടല്ലോ കേട്ടല്ലോ. നാട്ടുകാരെ മുഴുവൻ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്ന വില്ലേജ് ഓഫീസർക്ക് ബാഹുലയൻ ചേട്ടനോട് രണ്ട് പറയാൻ പേടി. കാരണം എന്താണെന്നറിയുമോ? എന്താ? ഒരു കാരണവുമില്ല. എന്റെ മര്യാദ, ക്ഷമ, അത്ര മാത്രമേ ഉള്ളൂ. അമ്മേ, എനിക്ക് ഓഫീസിൽ പോകുന്ന നേരമായി. നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. ഞാൻ പറഞ്ഞോട്ടല്ലോ. നിസ്സാര പൈസക്ക് വീട് വാടകയ്ക്ക് കിട്ടിയതോടെ മോഹനയുടെ ഹാപ്പിയായി. എന്റെ പ്രയാസം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. രാവിലെ 7:30 ആകുമ്പോഴേക്ക് അയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കും. മുറ്റോടിച്ചോ, അടുക്കള വൃത്തിയാക്കിയോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചോട്ട് ഒരു നിവൃത്തി ഇല്ലാത്തോണ്ട് ചോദിക്കുക. ഉത്തമം വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു മാർഗം കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്നെ ജാമത്തിലിറക്കാൻ ഉത്തമം വേറൊരു വക്കീലിനെ അന്വേഷിച്ചോ. എന്തിന്? അയാളെ ഞാൻ ഇന്ന് കൊല്ലും. ചേട്ടൻ ബാഹുലയൻ ചേട്ടൻ തേടിയ വള്ളി കാലി ചുറ്റി. ബാലുചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് കട തുറന്നില്ലേ? അതെന്ത് ചോദ്യ ഉത്തമ. 7:45 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ കട തുറക്കുന്ന ഉത്തമൻ അറിയാലോ. ഞാൻ ഇപ്പൊ മോനേഷ് സാറിന്റെ വീട് വരെ ഒന്ന് പോകാൻ പോവാ. എന്റെ പൊന്നു ചേട്ടാ, ഇന്നലെ മുതൽ ചേട്ടനെ കണ്ടൊരു കാര്യം ഓർമ്മിപ്പിക്കണമെന്ന് വിചാരിക്കായിരുന്നു ഞാൻ. ചേട്ടൻ ഇത് എന്ത് ധൈര്യത്തിലാണ് എപ്പോഴും മോനേഷ് സാറിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? അതെന്ത് ചോദ്യ ഉത്തമ. അത് പിന്നെ എന്റെ വീടല്ലേ, അവിടെ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. താമസിക്കുന്നത് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സത്യഭാമ വക്കീലാണ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ഈ വക്കീലന്മാരൊന്നും പേടിക്കാൻ എന്നെ കിട്ടില്ല ഉത്തമ. ഈ വക്കീലല്ല, സുപ്രീം കോടതിയിലെ വക്കീൽ വന്നാലും ഞാൻ എന്റെ കാര്യം പറയും. വക്കീലെന്താ എന്നെ മൂക്കി വിളിച്ചു കയറ്റോ? അപ്പൊ ബാഹുലയൻ ചേട്ടന് വക്കീലിന്റെ അസുഖത്തിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടെ? എന്തസുഖം? അത് കൊള്ളാം. ഇതൊന്നും അന്വേഷിക്കാതെ അറിയാതെയുമാണ് അവിടെ വീട് വാടകയ്ക്ക് കൊടുത്തത്. ബാഹുലയൻ ചേട്ടാ, ഇത് ജീവൻ പണയം വെച്ചുള്ള കളിയാണേ. ഉത്തമൻ എന്തായി പറയുന്നത്? തെളിച്ചു പറ. എനിക്ക് സാറിനെ വക്കീലിനെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. സത്യഭാമ വക്കീൽ പുറമെ കാണുന്ന പോലെ അല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വക്കീൽ ഒരു തലവേദന വരും. പിന്നെ കണ്ണ് കാണൂല. കയ്യിൽ കിട്ടുന്ന ആയുധമെടുത്ത് കൺമുമ്പിൽ കാണുന്ന ആളിനെ ഉപദ്രവിച്ചു കളയും. ചെറുപ്പത്തിലെ ഈ അസുഖം ഉണ്ട് വക്കീലിന്. അതിന് കുറെ ചികിത്സയൊക്കെ ചെയ്തതാണ്. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചോറ് പാത്രത്തിൽ നിന്നും മീൻകറി എടുത്തുകൊണ്ട് ഓടിയ ഒരു ചെറുക്കനെ കസേര എടുത്ത് അടിച്ചു വീടിച്ച ആളല്ലേ ഈ വക്കീല്. ഭക്ഷണ കാര്യത്തിലാണ് വലിയ പ്രശ്നം. വക്കീലിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പ ഉപദ്രവിച്ചു കളയും. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അസുഖം മാറുമെന്ന് ഏതോ വൈദ്യം പറഞ്ഞതിനനുസരിച്ചാണ് കല്യാണം കഴിപ്പിച്ചത്. അന്ന് മോഹനേഷ് സാറിന് ഇക്കാര്യം അറിഞ്ഞൂടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ വക്കീല് വാങ്ങിച്ചു വെച്ചിരുന്ന ലഡുവോ ജിലേബിയോ മോഹനേഷ് സാർ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചെരവയെടുത്ത് സാറിന്റെ തലക്കിട്ടൊരൊറ്റയടി. കൃത്യമായി മരുന്ന് കഴിച്ച അസുഖം വരാറില്ല. പക്ഷേ ചില നേരത്തെ അതിങ്ങി വരും. അന്നേരം കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ തീർന്ന്. ഇന്നലെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന ചിക്കൻ കറി ചേട്ടൻ വാങ്ങിച്ചോണ്ട് പോയില്ലേ? ഞാൻ വിചാരിച്ച അപ്പൊ തന്നെ പ്രശ്നമാവുന്നു. അങ്ങനെ ചെയ്യുന്നവരെ നോക്കി വച്ചിരിക്കുകയാണ് പതിവ്. അവസരം കിട്ടുമ്പോ കയറി ഉപദ്രവിച്ചു കളയും. പോലീസിലൊന്നും അറിയിച്ചിട്ട് ഒരു കാര്യമില്ല. അസുഖത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യുന്നതിനെ ശിക്ഷിക്കാൻ പറ്റുമോ? നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടില്ലേ, അത് വാടക കൊടുത്തേ പിന്നെ ഉൽപ്പരാക്ഷൻ ചേട്ടൻ അതുവഴി പോയിട്ടില്ല. പോയ അങ്ങേര് വിവരമറിയും. അല്ല, ഇതിപ്പോ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ഇതുവരെ കേട്ടിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ അറിയുകയും കേൾക്കാത്തയും ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തുണ്ട്. എന്തായാലും ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്, ഒന്ന് സൂക്ഷിച്ചോണം.
വക്കീൽ ആരെങ്കിലും നോക്കി വച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാവത്തിൽ നിന്ന് കാര്യം മനസ്സിലാവും. കണ്ണുരുട്ടി ഇങ്ങനെ നോക്കും. ചേട്ടാ ചേട്ടാ എന്ത് ആലോചിച്ചോണ്ടിരിക്കുന്നേ? അല്ല ഒന്നുമില്ല. അല്ല ഉത്തമൻ പറഞ്ഞൊക്കെ സത്യമാണല്ലോ അല്ലേ? ഞാൻ എന്തിനാണ് ചേട്ടനോട് കള്ളം പറയുന്നേ? നമുക്ക് ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് കാണാനുള്ളൂ അല്ലേ? അത് ശരിയാ. എന്നാ പിന്നെ ശരി. ഓ ശരി ആയിക്കോട്ടെ. ശരി എന്നാ കാണാം. വിട്ടോത്തി കാണാനല്ലോ മോനോട്ട്. റെഡിയായോ? ഇതെന്തുപറ്റി? 9:43 പോകുന്നുള്ളൂ പറഞ്ഞിട്ട് ഇത്ര നേരത്തെ? എനിക്ക് പോകുന്ന വഴിയിൽ 1-2 അത്യാവശ്യങ്ങളുണ്ട്. ആ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതുവരെ പറയാത്ത അത്യാവശ്യം ഇപ്പൊ എന്താണ്? എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എനിക്കോ? കെ മോഹൻ സാർ ജീവിതത്തിൽ ഒരു കള്ളവും കാണിക്കാത്ത ആളാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്റെ സംശയം അതല്ല. ഈ വീട്ടിലെ മത്സ്യവും മാംസവും ഒന്നും കേറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് കൃഷ്ണൻകുട്ടി ചായക്കടയെ കേറാമല്ലോ. അതാണോ മനസ്സിലിരിപ്പ്? ഇതൊക്കെ നീ സംശയിച്ചുണ്ടാക്കുന്നതല്ലേ? ഇറച്ചിയും മീനും വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ തന്നെ പച്ചക്കറി കഴിക്കുന്നതാണല്ലോ ശരീരത്തിന് നല്ലത്. അതാരാണ് ഈ നേരത്ത്? അങ്ങനെ തന്നെ ആയിരിക്കും. നാളെ ഒരു ഇതല്ലേ അവിടെ. അത് വേറെ ആരാ? നീ ചെല്ല്. പിന്നെ വന്ന. നമസ്കാരം വക്കീലേ. നമസ്കാരം. ഞാൻ വന്നത് വക്കീലിനെ ഒന്ന് കാണാനാ. അല്ല ഇന്നലെ ഞാൻ നിങ്ങളോട് പെരുമാറിയ രീതി കുറച്ച് മോശമായി പോയെന്ന് എനിക്ക് തോന്നി. എന്തൊക്കെ ആയാലും വക്കീലൊരു വക്കീലും സാറൊരു വില്ലേജ് ഓഫീസറും ആണല്ലോ. ഈ വാടകയ്ക്ക് താമസിക്കുന്നവരെ കൂടെ കൂടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് പിന്നെയാ മനസ്സിലായത്. നമസ്കാരം സാർ. നമസ്കാരം. എന്താ പറയണേ വീണ്ടും? സാറൊന്ന് ഇവിടം വരെ വരണം. ഒരു രഹസ്യം പറയാനാ. നമ്മൾ മാത്രം അറിയേണ്ടതാ. അല്ല ഇന്നലെ നിങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്ന കോഴിക്കറി ഞാൻ വാങ്ങിക്കൊണ്ടുപോയത് ശരിയല്ലെന്ന് എനിക്ക് പിന്നെയാ മനസ്സിലായത്. വക്കീലിന് വലിയ ദേഷ്യമായി കാണുമല്ലേ? ദേഷ്യമായോന്ന് ചോദിച്ചാൽ ദേഷ്യമായിരിക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം കൊണ്ട് കണ്ണുരുട്ടോള്. അതൊക്കെ എനിക്കറിയാം. അറിയാമോ? എന്തായാലും ഇന്നലെ ഞാൻ കാരണം വക്കീലിനുണ്ടായ ദേഷ്യം ഞാനായിട്ട് അങ്ങ് മാറ്റിയേക്കാം. അതാ ഇതങ്ങ് കൊടുത്തേക്ക്. എനിക്ക് നല്ല 1-ാം തരം ചിക്കൻ കറി അപ്പോ നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ തന്നെയാ. അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വക്കീലിന് ദേഷ്യം ഉണ്ടാവാതെ നോക്കേണ്ടത് ഞാനാണല്ലോ. ഞങ്ങൾ തമ്മിലുള്ള സകല പ്രശ്നവും സാറൊന്ന് പറഞ്ഞു പരിഹരിച്ചു തരണം. അപ്പൊ ഈ മത്സ്യമാംസാദിന് വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞിട്ട് അളിയന്റെ അമ്മാവന്റെ ആത്മാവിങ്ങനെ അലഞ്ഞെരിഞ്ഞ് നടക്കുന്നു. അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മാറ്റേണ്ടി വരുമല്ലോ. ആ വ്യവസ്ഥ ഞാനങ്ങ് മാറ്റി ഇതങ്ങ് വക്കീലിന് കൊടുത്തേക്കണം. എന്നാ പിന്നെ ഞാനങ്ങ് പോട്ടെ. എനിക്ക് പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. നാളെ മുതൽ ഞാൻ രാവിലെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല. അതും വക്കീലിനോട് പറഞ്ഞേക്ക്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് തിരക്കോട് തിരക്കാ, സമയം കിട്ടൂല, അതുകൊണ്ടാ. എന്നാ പിന്നെ ഇതെന്തു പറ്റി? എന്താണ്? അപ്പവും കോഴിക്കറി. എന്ത്? ഞെട്ടണ്ട. ബാഹുലൻ ചേട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന അപ്പവും കോഴിക്കറിയും. മോനെന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് പരമമായ സത്യം. ഇന്നലെ ആ കോഴിക്കറി തിരികെ വാങ്ങിക്കൊണ്ടുപോയത് തെറ്റാണ് എന്ന് ബാഹുലൻ ചേട്ടൻ മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം തന്നെ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇത്.
ഇനി മത്സ്യവും മാംസവും ഇവിടെ കൊണ്ടുവരുന്നതിൽ ഒരു വിരോധമില്ല എന്നും പറഞ്ഞു. അങ്ങനെ തലയ്ക്ക് അതിന് കുഴപ്പമുണ്ടോ? ആ ഹലോ, ആ വക്കീലെ ഞാനാണേ. ആ എന്താ ഉത്തമ? ബാഹുലയൻ ചേട്ടനെ കൊണ്ടുള്ള പ്രശ്നം തീർത്തിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന സാധ്യതയില്ല. ആ ബാഹുലൻ ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്നിരുന്നു. കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് വാങ്ങിയ അപ്പം കോഴിക്കറിയൊക്കെ ആയിട്ട്. ആ ഞാനത് പ്രതീക്ഷിച്ചു. അപ്പൊ എന്റെ നമ്പർ ഏറ്റല്ലേ? ഉത്തമൻ എന്ത് നമ്പർ ഇറക്കിയത്? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. പിന്നെ വക്കീലെ, സുശീലന്റെ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ വക്കീലെ. ഉത്തമൻ എന്നെ സഹായിച്ച സ്ഥിതിക്ക് ഞാൻ തിരിച്ച് സഹായിക്കട്ടെ. സുശീലന്റെ കാര്യം ഞാൻ ഏറ്റു. മതി 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 മതി. താങ്ക് യു. ശരി. ഉത്തമൻ എന്ത് ഒപ്പിച്ച മോഹനട്ടാ? അതാണ് ബാഹുല ചേട്ടൻ ഇപ്പൊ ഇത് വാങ്ങിക്കൊണ്ട് വന്നത്. ഉത്തമൻ എന്തൊപ്പിക്കാൻ? അതാണ് മനസ്സിലാവാത്തത്. ബാഹുലയൻ ചേട്ടന്റെ സംസാരം മുഴുവൻ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് നിനക്ക് വട്ടാണ് എന്ന് ഉത്തമൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ബാഹുലയൻ ചേട്ടനെ എന്ന് ആശ്വസിക്കാം. ഇനിയെങ്കിലും പുതിയ വീട്ടിൽ വില്ലേജ് ഓഫീസറും വക്കീലും സമാധാനപൂർവ്വം ജീവിക്കുകയും അവർ തമ്മിലുള്ള നിതാന്ത തർക്കങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.